ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ATM ഉണ്ടാക്കിയാലോ? അതും ഭയങ്കര ഈസി ആയിട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഈസി ആയിട്ടാണ്. ഫസ്റ്റ് നമ്മളൊരു ബോക്സ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഒരെണ്ണം ഒട്ടിച്ചിട്ടേ ഇവിടെ ഇങ്ങനെ രണ്ട് കാർഡ്ബോർഡും കഷ്ണം ഒട്ടിച്ച് വയ്ക്കുക. ഞാൻ ഇത് ഒട്ടിച്ച് ഇതിപ്പോൾ ഇളകി പോകും, അത് ഒന്നുകൂടെ ഒട്ടിക്കേണ്ടി വരും. അതിനെ ഒട്ടിക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് വെച്ചേ. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇനിയും ഭംഗിയാക്കാട്ടെ, ഞാൻ വെറുതെ ഇങ്ങനെ ആക്കിയെന്നുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ മൂടാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ മൂടി വയ്ക്കും നമ്മൾ ATM ഉണ്ടാക്കി കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ വയ്ക്കും. കാണിച്ചു തരാം. ജസ്റ്റ് പെയിൻറ്റ് ഉണങ്ങിയില്ല കേട്ടോ, പെയിൻറ്റ് ഇപ്പം അടിച്ചതേ ഉള്ളൂ. ഇത് ഇവിടെ ഇങ്ങനെ വയ്ക്കും. എന്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ പൈസ ഇടുമ്പോൾ കോഴി ഇങ്ങോട്ട് വീഴും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിങ്ങനെ അടയ്ക്കുമ്പോൾ ഇവിടെ കൂടെ നമ്മൾ ഈ കാർഡ് ഇടും. അകത്തോട്ട് ഈ കാർഡ് ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ തള്ളിയിട്ട് നമ്മുടെ കോഴി നേരെ അങ്ങോട്ട് വീഴും, നേരെ നിറങ്ങി ഇതിൽ കൂടെ വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇപ്പോൾ ഇതൊന്ന് ഞാൻ ഒട്ടിച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ ഒട്ടിച്ചു, പക്ഷെ അത് ഒട്ടല്ല. ഇതൊക്കെ മതി ഗൈസ്. ഈ സൈഡിലെ കോഴി ഇങ്ങോട്ട് നീങ്ങി പോകാണ്ടിരിക്കാൻ ഇത് വെച്ചേക്കണേ. ഇത് ഉള്ളതുകൊണ്ട് നീങ്ങി പോയില്ല, ബലമൊക്കെ ഉണ്ട്, അത്യാവശ്യം പോയില്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി ഇവിടെ വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കാം. ഈ സാധനം ഒട്ടിച്ചു തരാം. ഫ്രണ്ട്സ്, ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷെ ഒട്ടിയിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ ഇതിനു മുമ്പ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് കണ്ടോ ഒട്ടിയിട്ടില്ല, ഇതൊന്നും ഒട്ടട്ടെ ഇനി. ഫ്രണ്ട്സ്, ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പശ ഉണങ്ങിയതുള്ളൂ. ഇത് ഒട്ടുള്ളൂ ഈ കാർഡ്ബോർഡ്. എന്താണെന്നറിയാം, പശയുടെ കുഴപ്പമാണോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ? എന്താ ഞാൻ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ടേപ്പ് ഒട്ടിച്ച് വെച്ചു. ഭയങ്കരമായിട്ടും ഒട്ടും ഒട്ടണില്ല. പിന്നെ നിങ്ങൾക്ക് ഞാനിതിപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ബോക്സാണ് എടുത്തത്. ഞാൻ ഇപ്പോൾ പെയിൻ്റൊന്നും ചെയ്യാനുള്ള, ജസ്റ്റ് ഞാൻ ചെയ്യണുള്ളൂ. നിങ്ങൾക്കാണെങ്കിൽ പെയിൻ്റൊക്കെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇവിടെയൊക്കെ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടാണെങ്കിൽ പെയിൻ്റൊക്കെ ചെയ്യാം. അക്രലിക് പെയിൻറ്റ്, ഏതെങ്കിലും പെയിൻ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പെയിൻ്റൊന്നും ചെയ്യാനില്ല. ഇനി ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ കാർഡ് അതെ ഈ കാർഡ് കൊണ്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കുത്തുമ്പോഴേ പൈസ പോകേണ്ടതാണ്. നമുക്കൊന്ന് ഒട്ടിച്ചിട്ടും വരാം. ഫ്രണ്ട്സ്, ഞാൻ തട്ടിക്കൂട്ടൊക്കെ ഒപ്പിച്ചു കേട്ടോ. എങ്കിൽ ഞാൻ ശരിയായിട്ട് ചെയ്തു തോന്നണേ. ഇനി ഇവിടെ നിന്നൊക്കെ പൈസ ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് വന്നിട്ട് ഞാൻ അളവ് ഇച്ചിരി തെറ്റിപ്പോയതാണ്. അളവൊക്കെ എടുത്താൽ ചെയ്താൽ ഇച്ചിരി തെറ്റിപ്പോയി. ഞാൻ മേളിലേക്ക് കയറ്റുകയാണെങ്കിൽ നമ്മൾ കാർഡ് ഇടുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടില്ല. അതാ ഇനി എന്താ ഗൈസ്, നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ പെയിൻ്റൊക്കെ ചെയ്യാം കേട്ടോ. ഈ ബോക്സ് പഴയ ബോക്സ്, അതുകൊണ്ട് വേറെ ഒരു എന്തോ ഭയങ്കര ഷേപ്പൊക്കെ ഇവിടെ കണ്ടോ, കറക്റ്റായിട്ടില്ല, ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കണേ. അതുകൊണ്ടാണ് തോന്നണേ മര്യാദയ്ക്ക് കിട്ടിയില്ല എനിക്ക്. മറ്റേ ആ സാധനം ഒട്ടിച്ചപ്പോഴേ നമുക്കിനി ഇത് ശരിയാവുമോ എന്ന് നോക്കാം. പക്ഷെ ഒട്ടിയിട്ടില്ല. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ഒട്ടിയിട്ട് നമുക്ക് അകത്ത് അത് ശരിയാവുമോ എന്നൊന്ന് നോക്കാം.